ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അനൂപ്, അത് പോസിബിൾ ആണോ? സാധ്യതയുണ്ട്. കാര്യം മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ചതാണ്. ഇനി വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ മതി. ആ വിജ്ഞാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ, അതായത് ഒരുപക്ഷെ മാർച്ച് ആദ്യ വാരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് തന്നെ ഈ വിജ്ഞാപനം നിലവിൽ വരുത്താനുള്ള ഇടപെടലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിന് വേണ്ടിയുള്ള വെബ്സൈറ്റൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. അതായത് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് വേണ്ടിയുള്ള ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി താമസിക്കുന്ന ഇന്ത്യയിൽ പൗരത്വം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തോടൊപ്പം തന്നെ വലിയ പ്രചാരണ വിഷയമാക്കി പൗരത്വ നിയമ ഭേദഗതിയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള BJPയുടെ ശ്രമമായി നമുക്ക് ഈ നീക്കത്തെ വിലയിരുത്താം.